ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ കഴിഞ്ഞ കുറച്ച് യൂണിറ്റിലായിട്ട് എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഡേറ്റാസ് എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഡേറ്റാ ബേസ് എന്താണ്, അതായത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. പക്ഷേ ഈ ഡേറ്റാസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഡേറ്റാസിൻ്റെ സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ വല്ലതും പഠിച്ചോ? ഇല്ല. ഈ ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ എന്താ, പല ആളുകളുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടായിരിക്കും. അവരുടെ മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും, അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കും. അതേപോലെ പല പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളെ കയ്യിൽ ഡേറ്റാസ് ആയിട്ട് ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ എന്താണ് അവിടെ പ്രശ്നമാണ്. അത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യണം. വേണ്ട ആളുകളെ മാത്രം ആക്സസ് കൊടുക്കുക, അതേപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെ കമ്പനീസിലുള്ള ആയിക്കോട്ടെ, ഡേറ്റാസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് റൂൾസും അല്ലെങ്കിൽ കുറച്ച് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർലി എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതേപോലെ ഗവൺമെൻറ് അതോറിറ്റീസും അതേപോലുള്ള മെയിൻ ആളുകളില്ലേ, റൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നവർ, അവർ കുറച്ച് റൂൾസും പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റാസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റാസ് നമ്മൾ നോക്കുന്ന ടൈമിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനെ പറയുന്നതാണ് എന്ത്, നമ്മളിപ്പോൾ കാണുന്ന ടോപ്പിക് എന്താ, ഡേറ്റ ഗവേണൻസ് എന്ന് പറയുന്നത്. ഡേറ്റ ഗവേണൻസ് നമുക്ക് 1 by 1 പോയിന്റ് ആയിട്ട് നോക്കിപ്പോ. ഡേറ്റ ഗവേണൻസ് ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രോസസ്സസ്. എന്താണ്, കുറച്ച് റൂൾസ്, കുറച്ച് നിയമങ്ങളും കുറച്ച് പ്രോസസ്സുകളുമാണ് ഡേറ്റ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യൂസ്ഡ് ടു മാനേജ്, കൺട്രോൾ ആൻഡ് പ്രൊട്ടക്റ്റ് ആൻഡ് ഓർഗനൈസേഷൻസ് ഡേറ്റ. എന്താണ്, നമ്മുടെ ഡേറ്റാസ് മാനേജ് ചെയ്യാനും അതേപോലെ അത് കൺട്രോൾ ചെയ്യാനും അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ലോസ് അല്ലെങ്കിൽ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ അതേപോലെ കുറച്ച് പ്രോസസ്സ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേറ്റ ഗവേണൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കമ്പനിയിൽ നിന്നൊക്കെ ഡേറ്റാസ് ചോർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ആളുകളെ ഞാൻ പറഞ്ഞതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളതിൽ ഡേറ്റ ആയിട്ടുണ്ടാവും. അത് എപ്പോഴും സെക്യൂർ ആക്കി വെക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിൽ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ. ഓക്കെ അല്ലേ? ഇതെന്താണ്, നിങ്ങൾ ഇന്റേണൽ കൺട്രോളിൽ കോർപ്പറേറ്റ് ഗവേണൻസ് പഠിച്ചതാണ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഡേറ്റാൻ്റെ കേസിലും അതേപോലെ IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കേസിലും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളും. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ്, ഇതെന്ത് ഉറപ്പുവരുത്തണം. ഡേറ്റ ഗവേണൻസിന് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉറപ്പുവരുത്തണം. എന്താണ്, ഡേറ്റ റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ്, അക്യുറേറ്റ് ആണ്, ഉറപ്പുള്ളത്, സെക്യൂർ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ആർക്ക്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടും. റിസ്ക് മാനേജ് ചെയ്യാൻ നമുക്ക് ഡേറ്റാസ് വേണം, ഡിസിഷൻസ് എടുക്കാൻ ഡേറ്റാസ് വേണം. ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവൈലബിൾ ആയിരിക്കണം, അതേപോലെ സെക്യൂർ ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ഈ കാര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മൾ ഈ ഡേറ്റ ഗവേണൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഗവേണൻസിന് ഉള്ളിലുള്ള കാര്യമാണ്. ഡേറ്റാസിനെ എങ്ങനെ പ്രോപ്പർലി മാനേജ് ചെയ്യണം, ആ കാര്യത്തിനാണ് ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡേറ്റ ഗവേണൻസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രിയേറ്റിംഗ്, സ്റ്റോറിംഗ്, മെയിൻറ്റെയിനിങ്, സെക്യൂറിംഗ്, അച്ചീവിംഗ് ആൻഡ് യൂസിങ് ഡേറ്റ. ഡേറ്റാസിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഡേറ്റാസിൻ്റെ എൻഡ് വരെയുള്ള കാര്യങ്ങൾ പ്രോപ്പർലി വൃത്തിക്ക് ചെയ്യുക. ഡേറ്റ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനുണ്ട്. ഡേറ്റ വരുന്നത് മുതൽ ഡേറ്റ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്യുന്നതിന്, നല്ല മാനേജ് ചെയ്ത് നല്ല പ്രോപ്പർലി കൊണ്ടുപോകുന്നതിനാണ് ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഡേറ്റ ഗവേണൻസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്ന ഒരു കാര്യമാണ്, ഡേറ്റ ഗവേണൻസിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ഇനി ഡേറ്റ ഗവേണൻസ് എന്താണ് അത് ഫോക്കസ് ചെയ്യുന്നത്? ഡേറ്റ അവൈലബിലിറ്റി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഇല്ലാതെ കുറേ ഡേറ്റാസ് വാങ്ങി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളപ്പം ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ ഡേറ്റ യൂസബിലിറ്റി, നമ്മൾ യൂസ് ചെയ്യണം, നമുക്ക് ഡേറ്റാസ് യൂസ് ചെയ്യണം. അതേപോലെ അത് അക്യുറേറ്റ് ആയിരിക്കണം, യൂസ് ചെയ്യുന്ന ഡേറ്റാസ് അക്യുറേറ്റ് ആയിരിക്കണം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഡേറ്റ ഇൻറ്റഗ്രിറ്റി, നമ്മളെ കയ്യിലുള്ള ഡേറ്റ കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലാതെ പാതി മുറിഞ്ഞ രീതിക്കുള്ള ഡേറ്റ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, തോന്നുമ്പോൾ കിട്ടിയിട്ട് കാര്യമില്ല, പ്രോപ്പർ ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം, റിലയബിൾ ആയിരിക്കണം. നമ്മൾ എൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. റിലയബിൾ ആയിരിക്കണം, അതാണ് എന്ത്, ഡേറ്റ ഇൻറ്റഗ്രിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഓരോ പോയിന്റും എന്താണ് പറയുന്നത്, ആ രീതിക്കുള്ള കീവേഡ്സ് ഇല്ലേ, റിലയബിൾ, കൺസിസ്റ്റന്റ്, കംപ്ലീറ്റ്, എന്തിലാണ്, ഡേറ്റ ഇൻറ്റഗ്രിറ്റി. ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആ രീതിയിൽ ചോദിക്കാം. അതേപോലെ ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, എന്താ, അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും ഡേറ്റയെ സേഫ് ആക്കി പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, സെക്യൂർ ആക്കുക, അത്രേ ഉള്ളൂ. പാസ്വേഡ്സ് ഒക്കെ സെറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഡേറ്റ ഇൻറ്റഗ്രേഷൻ എന്താണ്, നമുക്കിപ്പം ഒരു ഡേറ്റ കിട്ടിയത് കൊണ്ട് മാത്രം ചിലപ്പം കാര്യമില്ല. നമുക്ക് ഈ ഡേറ്റാസിനെ എന്താക്കി മാറ്റാൻ പറ്റണം, ഇൻഫർമേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യണം. ഈ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻസ് ആക്കണമെങ്കിൽ ഒരുപാട് ഡേറ്റാസ് എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്,
ഇന്റഗ്രേറ്റ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഇൻഫർമേഷൻസ് ആക്കി മാറ്റുക, നമുക്ക് യൂസ് ഉള്ള രീതിയിലേക്ക് ആക്കി മാറ്റുക. അതാണ് എന്ത് പറയുന്നത്, ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റം അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ്. നമുക്കിനി ഡേറ്റാസ് പ്രോപ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റാസിനെ പ്രോപ്പർലി ചെയ്യുന്ന സിസ്റ്റം ഇല്ലേ, അത് അവൈലബിൾ ആയിരിക്കണം. അതേപോലെ അത് പ്രോപ്പർലി വർക്ക് ചെയ്യണം, അത് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളൊക്കെ ഒരുപാട് നല്ല നല്ല ഡേറ്റാസ് ഉണ്ടായിട്ട് കാര്യമില്ല. അത് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് യൂസേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന സിസ്റ്റം പ്രോപ്പർ ആയിരിക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. പിന്നെന്താ, കംപ്ലൈൻസ്, നിയമങ്ങൾ പാലിക്കുക. അല്ലാതെ തോന്നിയതുപോലെ ഡേറ്റാസ് എടുത്തിട്ട് ഹാൻഡിൽ ചെയ്യാനല്ല, ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. ഇനി എന്താ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എല്ലാത്തിനും ആരാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, ആരുടെ ഉത്തരവാദിത്തമാണ്, ആരുടെ റോളാണ്, ആ രീതിയിൽ അസൈൻ ചെയ്തിരിക്കണം. ആരാണ് ഡേറ്റാസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അവർക്കായിരിക്കും ആ ഡേറ്റയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. എന്നാൽ മാത്രമേ അവിടെ സ്ട്രക്ചർ ബിൽഡ് ആവുള്ളൂ, ഡേറ്റാസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മാനേജ് ചെയ്ത് പോവുള്ളൂ. ആരും ഉത്തരവാദിയല്ല എങ്കിലും എല്ലാവരും ഇവനാണ് അവനാണ് എന്നുള്ള രീതിയിലേക്ക് പോകും. അങ്ങനല്ല, ഒരാൾ പ്രോപ്പർ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ, ഡേറ്റ ഫ്ലോസ്. നമ്മളെ കമ്പനിയുടെ ഉള്ളിൽ ഈ ഡേറ്റാസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അതേപോലെ ഡേറ്റാസ് പുറത്തേക്ക് പോകും, അതെങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ഫ്ലോ പ്രോപ്പർ ആയിരിക്കണം. അത് വെറുതെ ഒന്നും വാരിക്കോരി ഡേറ്റാസ് കൊടുക്കാൻ പാടില്ല, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ സെക്യൂർ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേറ്റ ഗവേണൻസിൽ വരുന്നത്. ഡേറ്റ ഗവേണൻസ് എന്താണ്? ക്വാളിറ്റി കൺട്രോൾ ആണ്. എന്തിന്? ഡേറ്റാസിന്റെ ക്വാളിറ്റീസ് പ്രോപ്പർലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡേറ്റ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക, സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അതേപോലെ ഡേറ്റ ഗവേണൻസ് പഠിച്ചതുപോലെ തന്നെ നമുക്ക് IT ഗവേണൻസ് പഠിക്കാനുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ഗവേണൻസും അതിൻ്റെ കുറച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഫ്രെയിംവർക്കും നമുക്ക് നോക്കാം. IT ഗവേണൻസ് ആൻഡ് കൺട്രോൾ ഫ്രെയിംവർക്ക് ആർ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ്. എന്താണ്? നമ്മൾ ഡേറ്റാസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ പാലിക്കേണ്ട റൂൾസും റെഗുലേഷൻസും പഠിച്ചു, അല്ലെങ്കിൽ പ്രോസസ്സും പഠിച്ചു. അതേപോലെ IT കാര്യങ്ങൾ, ടെക്നോളജി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ, സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട ഗൈഡ് ലൈൻസ്, അതിനെയാണ് എന്ത് പറയുന്നത്, IT ഗവേണൻസ് ആൻഡ് കൺട്രോൾ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. മാനേജ് IT റിസോഴ്സ് ആൻഡ് പ്രോസസ് എഫക്റ്റീവ്ലി. എന്താണ്? നമ്മൾ IT റിസോഴ്സസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും അതേപോലെ നല്ല എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസിനെയാണ് എന്ത് പറയുന്നത്, IT ഗവേണൻസ് ആൻഡ് കൺട്രോൾ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ഓർഗനൈസേഷൻ സെറ്റപ്പ് പ്രോപ്പർ കൺട്രോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. നമ്മൾ IT റിസോഴ്സസ് ഒക്കെ നല്ല ഗൈഡ് ലൈൻ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഓർഗനൈസേഷൻസിനുള്ളിൽ നല്ല കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ റിസ്കുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ഫ്രെയിംവർക്ക്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ക്ലിയർ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ റോൾ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ പഠിക്കണം, ഞാൻ പഠിപ്പിക്കണം. ആ രീതിക്ക് റോൾസും റെസ്പോൺസിബിലിറ്റിയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. നല്ല ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഇന്നയാൾ ഇന്ന കാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ നീ ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതേപോലെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം. റിസ്ക് കാര്യങ്ങൾക്കും അതേപോലെ എന്തെങ്കിലും കൺട്രോൾസ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് പറ്റും, ഈ പറഞ്ഞ ഫ്രെയിംവർക്ക് കാര്യങ്ങൾ കൊണ്ട് പറ്റും. ഓക്കെ, ഇനി ഗവർണൻസും കൺട്രോളൊക്കെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് പറ്റും, ഈ ഫ്രെയിംവർക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഡേറ്റ ഗവർണൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഈ IT സിസ്റ്റം പ്രോപ്പർ അല്ലെങ്കിൽ ഡേറ്റാസ് പ്രോപ്പർ ആവുമോ? കാരണം ഡേറ്റാസ് ഇതിനുള്ളിലൂടെയാണ് കടന്നു പോണത്. അപ്പോൾ അതാദ്യം പ്രോപ്പർ ആക്കുക. അപ്പം ഡേറ്റ ഗവർണൻസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ആക്കാനായിട്ട് എന്ത് വേണം, നമ്മൾ ഈ ഒരു ഫ്രെയിംവർക്ക് IT ഫ്രെയിംവർക്ക് കാര്യങ്ങൾ ആദ്യം സെറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ബ്രേക്ക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ ടു ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. നമ്മൾ IT ഫ്രെയിംവർക്കിന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരുടെ സ്ട്രാറ്റജീസ് എന്താണ് എന്നുള്ള രീതിയിൽ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് അവരത് അച്ചീവ് ചെയ്തോ ഇല്ലെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും, അവരുടെ പെർഫോമൻസ് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹെൽപ്പ് അച്ചീവ് റെഗുലേറ്ററി കംപ്ലൈൻസ് മോർ ഈസിലി. IT ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ആണ് അല്ലെങ്കിൽ ITയിലെ ഫ്രെയിംവർക്ക് ഓക്കെ ആണ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ ബിസിനസിന്റെ റെഗുലേറ്ററി കോംപ്ലയൻസ് അല്ലെ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, നിയമങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരോടും ഒന്നിച്ച് ചെന്നാൽ മാത്രമേ പറ്റൂ. ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ഒന്നിച്ച് ചെയ്യുന്നു, IT ഡിപ്പാർട്ട്മെന്റ് അല്ലെ IT ഫ്രെയിംവർക്ക് സെറ്റ് അല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ അച്ചീവ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. അപ്പൊ അവർ കൂടി സെറ്റ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, നമ്മളെ റെഗുലേറ്ററി കോംപ്ലയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റും. എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് മോഡലാണ്. നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങുന്നത് പോലെയാണ്. ഈ IT ഫ്രെയിംവർക്ക് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അത് എന്ത് ചെയ്താൽ മതി,
നമ്മളെ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളെ ഓർഗനൈസേഷനകത്ത് പ്രോപ്പർലി ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് മാനേജ് ചെയ്താൽ മാത്രം മതി. ഇതേപോലെ ചെയ്യണം, ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, ആ രീതിയിൽ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് പ്രോപ്പർലി മാനേജ് ചെയ്ത് പ്രോപ്പർലി സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോവുക. അപ്പം IT പാലിക്കേണ്ട, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പാലിക്കേണ്ട മര്യാദകൾ, ഗൈഡ് ലൈൻസ് ആണ് IT ഫ്രെയിംവർക്ക് ആൻഡ് കൺട്രോൾ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ 2 ടോപ്പിക്ക് പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് കോസോ ആണ്. കോസോ നമ്മൾ ഇന്റേണൽ കൺട്രോളിൽ പഠിച്ച കോസോ തന്നെ നമുക്ക് IT-ലേക്കും ഡേറ്റാസിലേക്കും കണക്ട് ചെയ്യാം. നമുക്കത് അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.